നമസ്കാരം. മലയാറ്റൂരിൽ 19-കാരി ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയ അലൻ തനി സൈക്കോ. ബ്ലേഡ് കൊണ്ട് കയ്യിൽ ചിത്രപ്രിയയുടെ പേര് അലൻ വരഞ്ഞിട്ടിരുന്നു. കൊലപാതകത്തിൽ ഇപ്പോഴും ചില സംശയങ്ങൾ പോലീസിന് ബാക്കിയാണ്. പെൺകുട്ടിക്ക് ലഹരി നൽകിയായിരുന്നോ കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രധാന സംശയം. കൂടാതെ കൂടുതൽ പേർ പ്രതികളായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. ചില ദുരൂഹതകൾ കുടുംബവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ഥലത്ത് നിന്ന് ഒരു വാച്ച് കിട്ടിയിരുന്നു. ഇത് അലൻ്റേതോ കൊല്ലപ്പെട്ട ചിത്രപ്രിയയുടേതോ അല്ല. ഇതാണ് കുടുംബത്തിന്റെ സംശയത്തിന് കാരണം. പെൺകുട്ടിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാകുമെന്ന് SP വ്യക്തമാക്കി. ചിത്രപ്രിയയെ ആൺസുഹൃത്ത് അലൻ തലയ്ക്കടിച്ച് കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. കൊലയ്ക്ക് മുൻപ് ഇരുവർക്കുമിടയിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു. ചിത്രപ്രിയയെ താക്കീത് ചെയ്തതോടെ അലൻ പ്രകോപിതനാവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നാട്ടിലെത്തിയ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു തീർക്കാനെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ശനിയാഴ്ച ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത്. വീട്ടുകാർ എതിർക്കുമെന്നതിന് ആരോടും പറയാതെ ചിത്രപ്രിയ അലനൊപ്പം പോയി. നക്ഷത്ര തടാകത്തിനടുത്ത് വെച്ച് ഇരുവരും തർക്കിക്കുന്നതായി ചിലർ കണ്ടിരുന്നു. അവിടെ നിന്നാണ് കൊല നടന്ന സെബിയൂർ കൂരപ്പള്ളി കയറ്റത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയത്. ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ ചിത്രപ്രിയ നിലവിളിച്ചിട്ടും ആരും കേട്ടില്ല. കല്ലുകൊണ്ട് തലയ്ക്ക് പിന്നിൽ ചെവിക്കരികിൽ ഇടിക്കുകയായിരുന്നു. ശക്തമായ ഇടിയിൽ പെൺകുട്ടി ബോധമറ്റ് വീണതോടെ അലൻ ഓടി രക്ഷപ്പെട്ടു. ചിത്രപ്രിയയെ കൊല്ലണമെന്ന ഉദ്ദേശം നേരത്തെ തന്നെ അലൻ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫോണിലെ തെളിവുകൾ പരിശോധിച്ചാണ് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലാണ് ചിത്രപ്രിയയെ കല്ലിനടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു അലൻ മൊഴി നൽകിയത്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ഫോണിലെ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടി പോലീസ് വ്യക്തമാക്കുന്നത്. നിന്നെ കൊല്ലുമെന്ന വിധത്തിൽ അലൻ ചിത്രപ്രിയയ്ക്ക് ചില സന്ദേശങ്ങൾ അയച്ചിരുന്നു. ചിത്രപ്രിയയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടോ എന്ന സംശയമായിരുന്നു കൊലയ്ക്ക് പ്രധാന കാരണം. അതേസമയം ചിത്രപ്രിയയെ അലൻ കൊല്ലുന്ന സമയം ആ നാട് മുഴുവൻ ചിത്രപ്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു. അലനെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും തനിക്കറിയില്ലെന്ന് പറഞ്ഞതോടെ വിട്ടയക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടതോടെയാണ് വീണ്ടും അലനിലേക്ക് പോലീസ് എത്തിയത്. കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ താൻ തന്നെയാണ് കൊല്ലാൻ ചിത്രപ്രിയയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയതെന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു. ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കം ഉണ്ടായിരുന്നതായും വ്യക്തമായി. റിമാൻഡിലുള്ള അലനായി അടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. തെളിവെടുപ്പും അന്ന് തന്നെ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എറണാകുളം റൂറൽ പോലീസ് മേധാവി M. ഹേമലത പറഞ്ഞു. കൊല്ലപ്പെട്ട ചിത്രപ്രിയയും അലനും തമ്മിൽ പലവട്ടം വഴക്കുണ്ടായിരുന്ന വിവരം പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. സംഭവ ദിവസം ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടക്കുകയും ചെയ്തിരുന്നു. മൃതദേഹത്തിന് സമീപം ഒഴിഞ്ഞ മദ്യക്കുപ്പിയും 2 സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളും കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ചിലരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു യുവാവിനോടൊപ്പമുള്ള ചിത്രപ്രിയയുടെ ചിത്രം കണ്ടതാണ് അലനെ സംശയരോഗിയാക്കിയത്. ചിത്രപ്രിയ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന് സംശയിച്ച അലൻ ബൈക്കിൽ കയറ്റി റബ്ബർ തോട്ടത്തിലെത്തുകയും വാക്കുതർക്കത്തിനിടെ കല്ലുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയുമായിരുന്നു. 5 വർഷം നീണ്ടുനിന്ന പ്രണയം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ചിത്രപ്രിയയും അലനും ആളൊഴിഞ്ഞ് റബ്ബർ തോട്ടത്തിൽ ഒന്നിച്ചു കൂടിയതെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. CCTVയിൽ നിന്നാണ് ബ്രേക്കപ്പ് പാർട്ടിയുടെ സൂചന പോലീസിന് കിട്ടുന്നത്. വാക്കുതർക്കത്തിനിടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ചിത്രപ്രിയ തുരുതുരെ മുഖത്തടിച്ചതോടെ സമനില തെറ്റിയ അലൻ വെട്ടുകല്ല് കഷ്ണം കൊണ്ട് തലക്കടിക്കായിരുന്നു. ഇതാണ് ചിത്രപ്രിയയുടെ മരണത്തിന് കാരണമായത്. മൃതദേഹത്തിന് സമീപത്തു നിന്നും രക്തം പുരണ്ട കല്ല് കണ്ടെത്തിയിരുന്നു. തലയോട്ടി തകർന്ന് ചോര വാർന്നാണ് ചിത്രപ്രിയ മരിച്ചത്. കൊലപാതകം നടക്കുമ്പോൾ അലൻ മദ്യലഹരിയിലായിരുന്നു. ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു.